ഒരു 10,000 രൂപ നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറുകിട ബിസിനസ് തന്നെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇൻ ഫ്യൂച്ചർ വളരെയധികം ലാഭം നൽകുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 10,000 രൂപ തന്നെ നമുക്ക് വളരെ കൂടുതലാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. അതിലും കുറച്ച് തുകയ്ക്ക് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ കൺസെപ്റ്റിനാണ് കാശ്. ഈ കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർ പുതിയതായിട്ടുള്ള ഐഡിയകൾ തരും. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഐഡിയ കൊടുക്കാം. കൂടാതെ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ഐഡിയ പ്രകാരം നമുക്ക് ഈ പ്രൊഡക്റ്റ് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് 10,000 രൂപ യൂസ് ചെയ്യാം. ഇതൊന്ന് മാർക്കറ്റിൽ എത്തി ആളുകൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അവർ തനിയെ നിങ്ങളുടെ അടുത്തോട്ട് വന്നുകൊള്ളു. പിന്നെ ഈ പ്രോഡക്റ്റ് പോകുമ്പോൾ അതായത് ആരെങ്കിലും ഓർഡർ ചെയ്താൽ 1, 2 ആയിരിക്കില്ല, 100, 200, 500, 1000 ആ രീതിയിലായിരിക്കും പ്രോഡക്റ്റ് പോകുന്നത്. അത്രയ്ക്ക് വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. എന്നാൽ റെയർ ആണ് ഇന്ന് കേരളത്തിൽ ഈ ബിസിനസ്. ചെയ്യുന്നുണ്ട്, കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ ഏരിയയിലും ഓരോ ടൗണിലും ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഹബ്ബ് അല്ലെങ്കിൽ ഷോപ്പ് പോലെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾ രക്ഷപ്പെടും. എന്നാൽ ഇത് ചെയ്ത് നിങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടുകൂടെ എന്നുള്ള ചോദ്യമായിരിക്കും ആദ്യം വരുന്നത്. എന്തിനാ ഞങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് രക്ഷപ്പെട്ടാൽ പോരെ. ഞാൻ നേരത്തെയും പറഞ്ഞു, ഇതെന്റെ പാഷനാണ്. ഞാൻ രക്ഷപ്പെടുന്നത് അവിടെ നിൽക്കട്ടെ. എനിക്ക് പല ജോലികളും അല്ലാതെ തന്നെയുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുമ്പോട്ട് കേൾക്കുക, മനസ്സിലാക്കുക, ആവശ്യമുള്ളവർ ചെയ്യുക. അങ്ങനെ ആവശ്യമുള്ളവരാണ് 99% ഈ വീഡിയോകൾ കാണാൻ വരുന്നത്. ആവശ്യമില്ലാത്ത 1% ആളുകൾ, ഒരു കഴിവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ആളുകളുമുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ് ഐഡിയകളാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. കാരണം നമ്മളുടെ വീഡിയോകളിൽ ലൈക്കിന്റെ അഭാവം ഒരുപാടുണ്ട്. കാണുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ആ കൺസെപ്റ്റ് വേണം, സ്വന്തമായിട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്തിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഇഷ്ടപ്പെട്ടാലും നമുക്ക് ലൈക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടണും അവിടെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ബിസിനസ് ഐഡിയ എന്താണ് എന്ന് നോക്കാം. ഇതൊരു നോവൽ കൺസെപ്റ്റ് ആണ്. വേൾഡ് വൈഡ് ആയിട്ട് ഇത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ, കേരളത്തിൽ അധികം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നമുക്ക്. ഇത് ഇക്കോ ഫ്രണ്ട്ലി സീഡ് പേപ്പർ പ്രോഡക്ട്സ് ആണ്. അതായത് നമ്മൾ വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കുമ്പോൾ ഒരുപാട് വെഡിങ് കാർഡ്സ് അടിക്കാറുണ്ട്. നിങ്ങൾ പറയും ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആണ്, വെഡിങ് കാർഡ്സ് ഒന്നും വേണ്ട, ഞങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കും. ആയിക്കോട്ടെ, അങ്ങനെ അയക്കുന്നവർ അങ്ങനെ ചെയ്തോട്ടെ. എന്നാൽ ഇതിന് പണം മുടക്കാനില്ലാത്ത ആരും തന്നെയില്ല. വിവാഹം നടത്തുന്നുണ്ടെങ്കിൽ സേവ് ദ ഡേറ്റ് പോലെ എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്യുന്നവർ ഇതിനും മണി സ്പെൻഡ് ചെയ്യും. പുതിയൊരു പ്രോഡക്റ്റ് ആണ്, ഒരു നോവൽ ഐഡിയ ആണ്. അപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വിവാഹ ക്ഷണക്കത്തുകൾ ഒരുപാട് ഡിസൈനുകളുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതുപോലെയുള്ള ക്ഷണക്കത്തുകൾ, താങ്ക് യു കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ, അങ്ങനെയുള്ള പേപ്പർ പ്രോഡക്ട്സ് ആണ്. ഇത് വിത്ത് സീഡ്സ്. ആ കൺസെപ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. കാരണം ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഇന്ത്യൻസ്, ഭാരതീയര് ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റുകൾ. കാരണം നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന് ഒട്ടുമുക്കാൽ പേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള പ്രൊഡക്റ്റിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ഇതൊരു ഗിഫ്റ്റിംഗ് കൾച്ചർ കൂടെയാണ്. നമുക്കൊരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിന് അനുസൃതമായിട്ടൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. ഞാൻ വിവാഹം എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഫെസ്റ്റിവൽസ് ഒരുപാടുണ്ട്. നമുക്കിവിടെ ആണെങ്കിൽ ഓണമുണ്ട്, ന്യൂ ഇയർ ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, ബക്രീദ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള കാർഡുകൾ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ദിവാലി ഉണ്ട്. അങ്ങനെ എവിടെ വേണമെങ്കിലും ഇത് വിറ്റഴിക്കാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും വിറ്റഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ്, അതിനൊരു താങ്ക് യു കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കൾച്ചർ തന്നെ വികസിച്ചു വരുന്നുണ്ട്. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ലോ ആണ്, അല്ലെങ്കിൽ നിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള സീഡ് പേപ്പർ പ്രോഡക്ട്സിന്റെ കോമ്പറ്റീഷൻ ഒന്നുമില്ല, നത്തിങ് ആണ്.
അപ്പോൾ നമുക്ക് നല്ല ചാൻസ് ആണ് മാർക്കറ്റിൽ കിടക്കുന്നത്. പിന്നെ ഇതിന് നല്ല സ്കെയിലബിലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, പതിയെ പതിയെ എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ഓൺ ഡിമാൻഡ്, കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ബിസിനസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് റഫർ ചെയ്ത് കൂടുതൽ ബിസിനസ് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീറ്ററും ഉണ്ടാകും. എന്താണ് ഈ റോ മെറ്റീരിയൽസ് എന്ന് പറയാം? മെയിൻലി റീസൈക്കിൾഡ് പേപ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പർ ആണ്. ഇത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോസ്റ്റ് കൊടുക്കാതെയും കോസ്റ്റ് കൊടുത്തും ലഭിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് വേണ്ടത് നമുക്ക് സീഡ്സ് ആണ്. എന്തിന്റെ സീഡ്സ് ആണ്? നമുക്ക് ഫ്ലവേഴ്സിന്റെ സീഡ്സ് എടുക്കാം, നമുക്ക് പച്ചക്കറികളുടെ സീഡ്സ് എടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും, ഏത് അരി വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതും ഇൻഎക്സ്പെൻസീവ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ അരികളെല്ലാം കോസ്റ്റ് കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിനുള്ള വില നമ്മൾ കൊടുത്തേ മതിയാകും. പിന്നെ വേണ്ടത് ഇത് ബ്ലെൻഡ് ചെയ്യാനുള്ള ഉപാധികള്, പിന്നെ വെള്ളം വേണ്ടി വരും. പിന്നെ നമുക്ക് മെഷ് സ്ക്രീൻ കിട്ടും. അത് നിങ്ങളുടെ ഹാർഡ്വെയർ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന DIY വീഡിയോസ് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകും. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഡൈസ് ആണ്, അതും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് അധികം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊന്നും വേണ്ട. ഈ പേപ്പർ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മതിയാകും. പിന്നെ ഡിസൈൻ ചെയ്യുന്നത് നമ്മളുടെ തലയ്ക്കകത്താണ് ഇരിക്കുന്നത്, എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. അതിനും നമുക്ക് മാർഗങ്ങളുണ്ട്. ഈ ഡിസൈനുകൾ, പുതിയ ഡിസൈനുകൾ പറഞ്ഞു തരുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈനുകൾ കിട്ടും. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇല്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമാജിനേഷൻ കൊണ്ട് പുതിയൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. ഇനി ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഓൾറെഡി ഞാൻ പറഞ്ഞു. നമുക്ക് ഇങ്ങനെയുള്ള എൻഗേജ്മെന്റ്സ്, ഇവന്റ്സ്, വെഡിങ്സ്, ബർത്ത്ഡേസ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, ഇതിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വിറ്റു പോകുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച്. അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഓർഡറുകളും നമുക്ക് ലഭിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലോക്കലി ഉള്ള എക്കോ സ്റ്റോഴ്സ് ഉണ്ട്. ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറുകൾ ഇപ്പോൾ ഉണ്ട്, എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് വിൽക്കുന്നത്. അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലൂടെയും നമുക്ക് ഇത് വിൽക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ. ഇപ്പോൾ വിവാഹം പോലും അവര് മൊത്തത്തിൽ കോൺട്രാക്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അവരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വേറെ ഒരിടത്തോട്ടും പോകേണ്ടി വരില്ല. അവർ തന്നെ എല്ലാം ചെയ്തുകൊള്ളും, അവർ തന്നെ ഓർഡർ തന്നുകൊള്ളും, അവർ തന്നെ കളക്ട് ചെയ്തുകൊള്ളും, അവർ തന്നെ പൈസ തന്നുകൊള്ളും. പിന്നെ ഗിഫ്റ്റ് ഷോപ്പുകളിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും പ്ലസ് പോയിന്റ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അതായത് ഈ കാർഡ്, നമ്മൾ വിവാഹത്തിന്റെ കാർഡ് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വീട്ടിൽ നമ്മൾ വിവാഹത്തിന് ക്ഷണിക്കാൻ പോയി കഴിഞ്ഞാൽ കാർഡ് കൊടുക്കുന്നു, വിളിക്കുന്നു. ആ കാർഡ് അവരുടെ ടേബിളിൽ കുറച്ച് ദിവസം കിടക്കും. അതിനുശേഷം എവിടെയെങ്കിലും ഒന്നവർ മാറ്റിവെക്കും. ദെൻ വെഡിങ്ങിന്റെ ദിനത്തിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയ ഹോട്ടലുകളൊക്കെ ആകുമ്പോൾ കാർഡും കൂടെ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ച് അവിടെ കൊണ്ടുവരും. അതാണ് സംഭവിക്കുന്നത്. ഇനി അഥവാ ഈ കാർഡിന്റെ ആവശ്യമില്ല വിവാഹം അറ്റൻഡ് ചെയ്യാനെങ്കിൽ കുറച്ച് ദിവസം അവിടെ കിടക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പിന്നെ തൂത്തുവാരി പുറത്ത് കളയും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് ഇൻസർട്ട് ചെയ്തിരിക്കുന്ന സീഡ്സ് ആണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ സീഡ്സ് ആണ് അതിന്റെ പ്ലസ് പോയിന്റ്. കാരണം ഈ കാർഡ് നശിക്കാൻ പോകുന്നു, ഇല്ലേ നശിപ്പിക്കുന്ന സമയത്ത് ഈ സീഡുകൾ എടുത്ത് പാകിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ ചെടികൾ ഇല്ലെങ്കിൽ പുതിയ വെജിറ്റബിൾസ് ഉണ്ടാകുകയാണ്, കൂടുതൽ ഗ്രീനറി ഉണ്ടാവുകയാണ്. അതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ പച്ചപിടിക്കും. ആ ഗ്രീനറി പോലെ തന്നെ നമ്മളുടെ ബിസിനസ്സും പച്ചപിടിക്കും. കൺസെപ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിൽ വന്ന് ചോദിക്കാവുന്നതാണ്. എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പോകുന്നത് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് കല്യാണം പോലെയുള്ള ഇവന്റ്സിൽ പോകുന്നത് ആയിരക്കണക്കിന് കാർഡുകൾ ഒരുമിച്ചായിരിക്കും. ബർത്ത്ഡേക്കും അതുപോലെ പോകും, താങ്ക് യു കാർഡുകൾ അതുപോലെ പോകും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ റീസെന്റ് വരുന്ന ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല. നെക്സ്റ്റ് വാലന്റൈൻസ് ഡേ നമുക്ക് ഈ കാർഡിലൂടെ ആഘോഷിക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ലവേഴ്സിന് ഇങ്ങനെയുള്ള കാർഡുകൾ എന്ന് പറയുമ്പോൾ ഒരു ന്യൂ കൺസെപ്റ്റ് ആണ്, നോവൽ കൺസെപ്റ്റ് ആണ്. അവരും അക്സെപ്റ്റ് ചെയ്യും. അവരിലേക്ക് എത്തിക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ എടുക്കാം ഇതിന് എത്ര കോസ്റ്റ് ആകും എന്നുള്ളത്.
അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സീഡുകൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ പാക്ക് ആക്കി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, കാർഡിന്റെ കൂടെ. ഇനി അതല്ലെങ്കിൽ ഈ സീഡുകൾക്ക് നാച്ചുറൽ കളർ കൊടുത്തിട്ട് നമുക്ക് ഡിസൈനിനകത്ത് തന്നെ ഒട്ടിച്ചു വെക്കാം. ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, ഈ വയർ മേശ്, നമ്മളൊരു മേശ് മേടിക്കുന്ന കാര്യം പറഞ്ഞു. ഈ സാധനം ഒരു സൈഡിൽ എവിടെയെങ്കിലും മേഷിനകത്ത് ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഏത് രീതിയിലും, അതൊക്കെ നിങ്ങളുടെ തലയ്ക്കകത്താണ് ഇരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും സീഡ്സ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം കാർഡിനകത്ത്. പേപ്പർ സീഡ് കാർഡുകൾ എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽസ് ഒരു ഐഡിയ എടുക്കാം. സീഡ്സും പേപ്പറും ഡൈസും എല്ലാം കൂടെ നമുക്കൊരു 2000-3000 രൂപയ്ക്കുള്ളിൽ നിർത്താൻ പറ്റും. സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞത്. പിന്നെ ബേസിക് എക്യുപ്മെന്റുകളായിട്ടുള്ള മറ്റേ മേഷ് സ്ക്രീന്, ഇതിന് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ വേണ്ടി വരുന്ന എല്ലാം കൂടെ 2000 രൂപ അതിനും വെക്കാം. ഇല്ല, ഒരു 3000 രൂപയ്ക്കുള്ളിൽ പിടിക്കാം. പിന്നെ പാക്കേജിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം കൂടെ ഒരു 1000-2000 രൂപ നമുക്ക് മാറ്റിവെക്കാം. മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ ഫ്രീ ആണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ പൈസ കൊടുത്ത് ആഡ് ഇടാൻ പറ്റും. അതിന് ഒരു 1000-2000 രൂപ പിടിക്കാം. എല്ലാം കൂടെ വന്നാലും നമുക്ക് ഒരു 6000 തൊട്ട് 10000 രൂപയ്ക്കുള്ളിൽ ഇത് തീർക്കാൻ പറ്റും. നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും, ആളുകൾക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് വിൽക്കുന്നത്? നമുക്ക് സീഡ് പേപ്പർ ഗ്രീറ്റിംഗ് കാർഡുകൾ വിൽക്കാൻ പറ്റുന്ന 50 രൂപ തൊട്ട് 100 രൂപ വരെ ഒരു കാർഡിന് വാങ്ങിക്കാൻ പറ്റും. ഇനി അത് വെഡിങ് ഇൻവിറ്റേഷൻ ആണെങ്കിൽ, അതൊരു സെറ്റായിട്ട് ഇൻവിറ്റേഷൻ കാർഡ് ആണെങ്കിൽ അത് 500 രൂപ തൊട്ട് 1000 രൂപ വരെ വരും. കോസ്റ്റ് ഒരു കാർഡിന്റെയാണ്, ഒരു സെറ്റ് കാർഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു മാസം സ്റ്റാർട്ടിങ്ങിൽ ഒരു 10,000 തൊട്ട് 20,000 രൂപ വരെ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ലേഡീസിന്, ഈ ടൈപ്പിലുള്ള ഹോബികളുള്ള കഴിവുള്ള ലേഡീസിന് ഇത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യണം, കൂടുതലായിട്ട് പഠിക്കണം. കാരണം അതെല്ലാം ഞാൻ ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആകും ഈ വീഡിയോ. ഇനി 1-2 ടിപ്സ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് യുണീക്ക് ഡിസൈൻസിലാണ്. അങ്ങനെ ചെയ്ത് നമ്മളുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ജനമധ്യത്തിൽ എത്തിക്കാൻ പറ്റും, അവരുടെ ഹൃദയത്തിൽ എത്തിക്കാൻ പറ്റും. സെക്കൻഡ് വൺ ഈസ് കസ്റ്റമൈസേഷൻ. ആളുകൾ അഭിപ്രായം പറയും, എനിക്ക് ഇങ്ങനത്തെ കാർഡ് വേണം, ഇത് ചെയ്തു തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് കഴിയണം. രണ്ടാമത്തത് ഈ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്. ഈ ഒരു കാർഡ് കൊണ്ടുപോയി നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 10 ചെടിയാണ് വളരുന്നത്, അവിടെ 10 മരങ്ങളാണ് വളരുന്നത്, അവിടെ 10 വെജിറ്റബിൾസ് ആണ് വളരുന്നത് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതിലൂടെ അവർ ചെയ്യുന്ന ഒരു നന്മ കൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ വിത്ത് മുളപ്പിക്കുന്നത്, അതായത് ഈ കാർഡ് എന്ത് ചെയ്യണം എന്നുള്ളത് കൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ്സുകളിലൂടെ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തും, വളരെ വേഗം എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചാൻസും ഉണ്ട് ഇവിടെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.